ഓണം അടുത്തെത്തിയതോടെ മലയാളികളുടെ അടുക്കളയിലെ കണക്കുകൂട്ടലുകളും കൂടുകയാണ്. പച്ചക്കറികൾക്കും പഴങ്ങൾക്കും റോക്കറ്റ് വേഗത്തിൽ വില ഉയരുന്നു. ഇന്ന് വാങ്ങുന്ന വിലയായിരിക്കില്ല നാളെ. ഓണമെടുക്കുന്തോറും വില ഇനിയും കൂടുമെന്ന സൂചനയാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇത്തവണ ഓണസദ്യയുടെ ചെലവ് സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനെ കാര്യമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഉപഭോക്താക്കൾ. കണ്ണൂർ നഗരത്തിലെ പച്ചക്കറി വിപണിയിലും വിലക്കയറ്റം പ്രകടമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പല പച്ചക്കറികൾക്കും 8 രൂപ മുതൽ 30 രൂപ വരെ വില വർദ്ധിച്ചു. മുരിങ്ങയ്ക്കും ക്യാരറ്റിനും ഇപ്പോൾ വില സെഞ്ചുറി കടന്നിരിക്കുകയാണ്. ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങളായ അവിയൽ, സാമ്പാർ, തോരൻ, ഓലൻ തുടങ്ങി ഒട്ടേറെ വിഭവങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികളുടെ വില ഉയർന്നതോടെ സദ്യയുടെ മൊത്തം ചെലവും വർദ്ധിക്കും. പച്ചക്കറിക്ക് മാത്രമല്ല, പായസത്തിനും ഇത്തവണ അധികം പണം ചെലവാക്കേണ്ടി വരും. പഞ്ചസാരയുടെ വിലയും ഉയർന്നതോടെ പായസത്തിൻ്റെ മധുരം കുറയ്ക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വീട്ടമ്മമാർ. ഓണം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒന്നാണ് ഓണസദ്യ. വാഴയിൽ നിരന്നു കിടക്കുന്ന വിവിധ കറികൾ, പരിപ്പും നെയ്യും, സാമ്പാറും, അവിയലും, തോരനും, പച്ചടിയും, കിച്ചടിയും, ഒടുവിൽ പായസവും. എന്നാൽ ഈ വിഭവങ്ങൾ ഓരോന്നും തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നത് സാധാരണ കുടുംബങ്ങൾക്ക് വെല്ലുവിളിയാണ്. വിലക്കയറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളാണ് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂർ ജില്ലയിൽ കാലവർഷത്തെ തുടർന്ന് ഇതുവരെ ഏകദേശം 10 കോടിയുടെ കൃഷിനാശം ഉണ്ടായെന്നാണ് കണക്ക്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ വലിയൊരു ഭാഗം കൃഷിയും നശിച്ചു. ഇതോടെ ജില്ലയിൽ നിന്നുള്ള നാടൻ പച്ചക്കറിയുടെ ലഭ്യതയും കുറഞ്ഞു. പ്രാദേശികമായി ലഭിക്കേണ്ട പച്ചക്കറികൾ കുറഞ്ഞതോടെ പുറത്തു നിന്നുള്ള പച്ചക്കറിയാണ് വിപണിക്ക് കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നത്. എന്നാൽ പുറത്തു നിന്നുള്ള പച്ചക്കറികളുടെ വരവിലും ഇപ്പോൾ കുറവുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. വയനാട്ടിൽ നിന്ന് നേരത്തെ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന നേന്ത്രക്കായയുടെ വരവും കുറഞ്ഞു. ഇപ്പോൾ ജില്ലയിൽ കൂടുതലായി എത്തുന്നത് മേട്ടുപ്പാളയത്തു നിന്നുള്ള കായയാണ്. എന്നാൽ അവിടെ നിന്നുള്ള വരവിലും കുറവുണ്ടായതോടെ വില ഉയരുകയാണ്. വിപണിയിൽ പച്ചക്കറി ലോഡുകളുടെ വരവ് കുറഞ്ഞതും ആവശ്യകത വർദ്ധിച്ചതുമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണങ്ങളിലൊന്ന്. ഓണം അടുക്കുമ്പോൾ സാധാരണയായി പച്ചക്കറികളുടെ ആവശ്യകത വലിയ തോതിൽ വർദ്ധിക്കും. സദ്യക്കായി ഹോട്ടലുകളിലും വീടുകളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും വൻതോതിൽ പച്ചക്കറി വാങ്ങുന്നതോടെ വിപണിയിലെ ഡിമാൻഡ് കൂടും. വരവ് കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അധിക ആവശ്യകത കൂടി വന്നാൽ വില ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. അതായത് ഓണം അടുക്കുന്തോറും സാധാരണക്കാരൻ്റെ ഓണച്ചെലവും കൂടുമെന്നാണ് ചുരുക്കം. ഒരു കുടുംബത്തിന് ഓണസദ്യ ഒരുക്കാൻ വേണ്ട പച്ചക്കറികൾ വാങ്ങുമ്പോൾ തന്നെ വലിയൊരു തുക ചിലവാകുന്ന സാഹചര്യമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്തവണ സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളുടെ ലഭ്യത കുറഞ്ഞത് കർഷകരെയും ബാധിച്ചു. മഴക്കെടുതിയിൽ കൃഷി നശിച്ചതോടെ ഒരു വശത്ത് കർഷകർക്ക് നഷ്ടം, മറുവശത്ത് ഉപഭോക്താക്കൾക്ക് വിലക്കയറ്റം. ഇരുവിഭാഗത്തിനും ഒരുപോലെ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഓണം അടുത്തെത്തുമ്പോൾ വിപണിയിൽ പച്ചക്കറി വരവ് കൂടുകയും വിലയിൽ കുറവുണ്ടാവുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഉപഭോക്താക്കൾ. എന്നാൽ നിലവിലെ സാഹചര്യം തുറന്നാൽ ഓണത്തോടടുക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറികളുടെ വില വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് വിപണി നൽകുന്ന സൂചന. ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിലും കുടുംബ ബജറ്റിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടി വരുമെന്ന സാഹചര്യമാണിപ്പോൾ. വിപണിയിലെ പച്ചക്കറി വില എവിടെ എത്തി നിൽക്കും എന്നാണ് ഇനി അറിയേണ്ടത്. ഓണം അടുക്കുന്തോറും വില കൂടുമോ, അതോ വിപണിയിലേക്ക് കൂടുതൽ പച്ചക്കറി എത്തി വില താഴുമോ? കാത്തിരുന്നു കാണാം. പേരെന്താ? അബ്ദുള്ള. ഈ ഓണത്തിന് ഇപ്പോൾ പഴങ്ങൾക്കൊക്കെ വില കൂടുകയാണല്ലോ, അപ്പോൾ ഓണത്തിന് തൊട്ടപ്പൊള്ളുവോ ഈ പച്ചക്കറിയുടെയും പഴങ്ങളുടെയൊക്കെ വില? സാധ്യത അങ്ങനെ കൂടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണക്കാരന് താങ്ങുന്ന വിലയിൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ 65 റുപ്യ 66 റുപ്യ വിലയായി. നേരത്തെ 2.5 കിലോ 100 അങ്ങനെയൊക്കെ കൊടുക്കുന്ന 4 കിലോ 100 ലഭിച്ച സാധനമാണ്. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ കടയ്ക്ക് പുറത്ത് ആളുകൾ വന്ന് കച്ചവടം ചെയ്യൽ നിങ്ങൾക്ക് ബാധിക്കുന്നുണ്ടോ? അത് കച്ചവടം ബാധിക്കുന്നതാണ്. ഈ സെക്കൻഡ് പൊടി അങ്ങനത്തെ സാധനങ്ങൾ അവർ വിൽക്കുന്നത്, വിറ്റ് തീർക്കുന്നത്, അത് വില കുറച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണോ അതോ? നല്ല തന്നെയാണ്. സാധനം തീരും. സെക്കൻഡ് പൊടി പോലെ കൊത്തിയതെല്ലാം ഉണ്ടാവുമല്ലോ. ഓണത്തിന് സാധനം അങ്ങനത്തെ സാധനം ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റിക്കെല്ലാം വില ഉണ്ട്. ഓണത്തിന്റെ ഈ ഒരു പച്ചക്കറി പഴവർഗ്ഗങ്ങളൊക്കെ എന്തോ കൂടുതൽ വില ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ എന്താ പറയുക, ഈ ആഴ്ച കുറച്ച് ഒരു സ്തംഭനം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്.
സാധനം എല്ലാം ഓടടുപ്പിച്ച് സാധനങ്ങൾ വരുമല്ലോ, ആ അതൊരു ചെറിയൊരു സംഭരം ഉണ്ടാവും. ശരി. പേരെന്താ? സാഹചര്യം അപ്പോൾ ഈ ഓണത്തിന് പച്ചക്കറിയുടെ വില ഇപ്പൊ കുതിക്കുകയാണോ കുറയുകയാണോ? ഇപ്പൊ കുറയേറ്റുള്ളൂ ഇപ്പൊ ഓൾറെഡി. ആ അപ്പോൾ ഓണത്തിന് എങ്ങനെയായിരിക്കും? പറയാൻ പറ്റൂല, പച്ചക്കറിയുടെ കൂടാതിരിക്കാം. അല്ല, പച്ചക്കറിയുടെ വരവ് എങ്ങനെ? വരവ് സാധാരണ കുറവാണോ കൂടുതലാണോ? സാധാരണ കൂടുതലുണ്ടാവും. കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ അനുയോജ്യമല്ലേ? ആ കാലാവസ്ഥയൊന്നും പ്രശ്നമില്ല. അപ്പോൾ തിരക്കുകളൊക്കെ തിരക്കുകളൊക്കെ തുടങ്ങിയോ? പച്ചക്കറി തുടങ്ങിയില്ല, മറ്റുള്ളതിൽ തുടങ്ങി. പച്ചക്കറി ഓണത്തിനാണ് അടുത്തേ ഉണ്ടാവും. അടുത്തുണ്ടാവും. അപ്പോൾ ആളുകളൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വഴിയോര കച്ചവടം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പേരെന്താ? പേര് മുഹമ്മദ് അലി. ഈ പച്ചക്കറിക്ക് ഓണത്തിന് വില കൂടുവോ അതോ കുറയോ, എന്താണ് തോന്നുന്നത്? ഓണത്തിന് ഇപ്രാവശ്യം അങ്ങനെ വലിയ വില കൂടാൻ സാധ്യതയില്ല. പക്ഷേ ഇവിടെ നാടെല്ലാം നശിച്ചു വരും, വെള്ളം കയറിയിട്ട്. പൈസ പ്രോജക്റ്റിലെല്ലാം വെള്ളം അണക്കെട്ട് പെട്ടെന്ന് തുറന്നുകൊണ്ട് ആ ഭാഗത്തുള്ള കൃഷികളെല്ലാം കുറേ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചെറിയ വെള്ളരിക്ക് അതെല്ലാം കുറച്ച് വില കൂടാൻ സാധ്യതയുണ്ട്. നാടൻ വിഭവങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നാടൻ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും. കക്കിരി, വെള്ളരി, അങ്ങനെയുള്ളത് താലൂരിയെല്ലാം വില കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടുത്തെ മാർക്കറ്റല്ല, ശരിക്കും മാർക്കറ്റ് കർണാടകത്തിനനുസരിച്ചിട്ടാണ്. കർണാടകത്തിൽ കൂടുതൽ വന്നാലും കക്കിരി വന്നാലും വെള്ളരി വന്നാലും എല്ലാം വില കൂടുതൽ. സാധാരണ കൂടുതൽ വന്നാൽ വില കുറയും. അവിടെ മാർക്കറ്റിൽ വരുന്നതിനനുസരിച്ചിട്ടാണ്. എന്നാലും ഇപ്രാവശ്യം വലിയൊരു വില കൂടാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പേരെന്താ? രാജീവൻ. ഓണത്തിന് പച്ചക്കറിക്ക് വില കൂടുവോ അതോ കുറയോ? വില കൂടാറുണ്ടായാല് സാധാരണ ഇപ്രാവശ്യം തക്കാളിക്കെല്ലാം വളരെ കുറവാണ് കാണുന്നത്. അതുപോലെ ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ അതായത് നാടൻ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടുവോ? വില കൂടും, വേണ്ടതല്ലേ വില. ഓണം മലയാളിക്ക് പൊള്ളുന്ന വിലയായിരിക്കുമോ പച്ചക്കറിന്? പച്ചക്കറി അങ്ങനെ വലിയ അബദ്ധമില്ലാന്ന് വിചാരിക്കും. ആണല്ലേ. ഈ ഓണത്തിന് പച്ചക്കറിക്ക് വില കൂടാനാണോ കുറയാനാണോ സാധ്യത? പച്ചക്കറിക്ക് വില കൂടാൻ ചാൻസ് ആണല്ലേ. അപ്പോൾ എന്താണ് അങ്ങനെ കൂടാനുള്ള കാരണം? ഒന്നാമത് ഉൽപ്പാദനം കുറവാണ്, നല്ല മഴയല്ല ഇത്. അതായത് നമുക്ക് ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാൻ സാധ്യത. നാട്ടിലെന്താ ഉൽപ്പന്നം ഉള്ളത്? നാട്ടിലൊന്നും ഉണ്ടാക്കില്ല. വെള്ളരി അങ്ങനെയുള്ള സാധനങ്ങൾ കക്കരി ഉണ്ടാക്കുന്നില്ല. എവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു സാധനം ഉണ്ടാക്കില്ല. കക്കരിയില്ല, വെള്ളരിയിലൊന്നും ഇല്ല. അതിൽ വിഷു ഉണ്ടാക്കും, ഓണത്തിനൊന്നും ഉണ്ടാക്കില്ല. മഴക്കാല പച്ചക്കറിയിൽ വരുന്ന മഴക്കാല പച്ചക്കറി ഒന്നുമില്ല, നാട്ടിലൊന്നുമില്ല, ഒരു കൃഷിയില്ല, ഒന്നുമില്ല. അതിനെ സർക്കാരുകളൊന്നും പ്രോത്സാഹിപ്പിച്ചില്ല. കൃഷി എന്താ പ്രോത്സാഹിപ്പിച്ചിന്? ഒന്നും പ്രോത്സാഹിപ്പിച്ചില്ല. ഇനി അടുത്ത ഈ യു.ഡി.എഫ് സർക്കാർ നോക്കാം എന്താ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത പ്രാവശ്യം നോക്കാം. ഇപ്രാവശ്യം വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ തൽക്കാലം എന്ന് വെച്ചാൽ അന്യ സംസ്ഥാനത്ത് വരുന്ന പച്ചക്കറികളാണ് വില എന്തായാലും കൂടും. വില എന്തായാലും കൂടും, 100% ഉറപ്പാണ്. എല്ലാ സാധനം. ചേട്ടൻ പേരെന്താ? ഓണത്തിന് നമുക്ക് പച്ചക്കറിക്ക് വില കൂടാനോ സാധ്യത കുറയാനോ? വില ഇത്തിരി കൂടാൻ സാധ്യത. അപ്പൊ നാടൻ ഉൽപ്പന്നങ്ങൾക്കൊക്കെ കൂടുമോ? കക്കിരി, വെള്ളരി? ഇവിടെ വരുന്നില്ല സാറേ. അതായത് ഈ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ വെള്ളരിയൊക്കെ ഉണ്ടല്ലോ, നാട്ടുപുറത്ത് വളരെ ഓണത്തിന് വിഷുവിന് വരും. നാട്ടില് വളരെ. അപ്പൊ എന്തായാലും പച്ചക്കറിക്ക് കൂടാനാ സാധ്യത. തക്കാളിക്ക് 20 രൂപയുള്ളൂ, ഉള്ളിക്ക് 40 രൂപ നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഉരുളക്കായാലും നമ്മൾ നോക്കിക്കഴിയും പരമാവധി നോക്കി പുറത്തോടും. അങ്ങനെ അധികം ലാഭം എടുക്കാതെ പരമാവധി ഓണല്ല എന്നല്ല സാധനം എങ്ങനെ വരാതെ പറയാൻ കഴിയില്ല. അതാ പ്രശ്നം. അതാ പ്രശ്നം.